കർത്താവിനോട് ചേർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ കർത്താവിനെ കേൾക്കാനല്ലേ അധികമായി ശ്രമിക്കണം. കർത്താവിൻ്റെ വചനത്തിന് നമുക്ക് കാതോർക്കണ്ടേ? അവനറിയാമല്ലോ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന നമ്മുടെ ചോദ്യങ്ങളുടെ ഉത്തരം അറിയാവുന്നവൻ്റെ മുമ്പിൽ പിന്നെയും പിന്നെയും നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാം, പരാതികൾ പറയാതിരിക്കാം, സങ്കടങ്ങൾ ഉണർത്തിക്കാതിരിക്കാം. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളൊരു കാരണം അവൻ പറഞ്ഞു തരും. മുന്നോട്ട് നടക്കേണ്ട വഴി അവൻ പറഞ്ഞു തരും. ആശ്വാസത്തിൻ്റെ വാക്ക് അവൻ തന്നെ പങ്കുവയ്ക്കും. പ്രാർത്ഥനയിൽ നാമല്ല, ചെവിയാണ് ഏറെ പ്രവർത്തിക്കേണ്ടത്. അധരങ്ങളല്ല, കാതുകളാണ് തുറന്നു വയ്ക്കേണ്ടത്. കർത്താവിൻ്റെ വാക്കു കേൾക്കാൻ കാത് തുറന്ന് നമുക്കൊന്നിരിക്കണ്ടേ? സെന്റ് ബെനഡിക്റ്റ് പറയുന്നൊരു വാക്കുണ്ട്, The ear that listens is the heart that obeys. The ear that listens is the heart that obeys. ശ്രവിക്കുന്ന കാതുകൾ ഉള്ളവനാണ് അനുസരിക്കുന്ന ഹൃദയമുണ്ടാവുക.